മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ കടലമാവ്, മൈദപ്പൊടി, മസാലപ്പൊടി, ഉപ്പ്, മഞ്ഞൾ, മുളക് എല്ലാം കൂട്ടി ചേർത്താണ് കേട്ടോ. അതിലേക്ക് നമ്മൾക്ക് ഈ ഉരുളക്ക് ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ പൊരിക്കാട്ട് കൊടുക്കുക. ഇങ്ങനെ തൊട്ട് പൊരിക്കാട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാട്ടോ അങ്ങനെ പൊരിച്ച് തിന്നാൻ, അടിപൊളിയാണ്. എല്ലാവരും ഒന്നും ഇങ്ങനെ ഉണ്ടാക്കി വെക്കണ്ടി. ഉരുളക്ക് മാത്രം പൊരിച്ചതല്ല നമ്മളൊക്കെ കഴിക്കൽ. ചിലരൊക്കെ മുക്കി പൊരിക്കാറുണ്ടാവും, എനിക്കറിയില്ല. പക്ഷേ ഞാനുണ്ടാക്കുന്നത് കാണിച്ചു തരികയാണ്. ഇതിൽ കുറച്ച് നല്ല ജീരകവും പെരുംജീരകവും നമ്മൾ മസാലക്കൂട്ട് പൊടിക്കില്ല, ഇറച്ചി മസാലൻ്റെ പൊടി ലസട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും. എല്ലാവരും ഒന്ന് ഇതുപോലെ പൊരിക്കുക. നോമ്പാകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പൊരിക്കണമല്ലോ അല്ലേ. അല്ലെങ്കിൽ പൊരിക്കില്ല എന്നല്ല, എന്നാലും ഇങ്ങനെ നമ്മൾ പൊരിക്കില്ലല്ലോ. ഒക്കെ ഇതുപോലെ പൊരിച്ചെടുക്കുക. കണ്ടിട്ട് വേറെ എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ. സുഖവും സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കട്ടെ മക്കളെ. ഒരു പ്രാർത്ഥനയുള്ളൂ എപ്പോഴും. ഫുള്ള് തിരിട്ട് കൊടുക്കുക. ഈ ചീൻചട്ടി ഇങ്ങനത്തെ അതിനെക്കൊണ്ട്, എണ്ണ തോനുള്ളതിനെക്കൊണ്ട് നല്ലോണം അങ്ങനെ വെന്ത് കിട്ടിക്കോളും. ഇത് വേവട്ടെട്ടാ. നമ്മൾ ഒരു ഭാഗം വെന്തിട്ടുണ്ട് കേട്ടാ. ഇതങ്ങനെ മറിച്ചിടുക. അത് അങ്ങനെ ഒന്നായിട്ട് കൊണ്ട് മറിച്ചിടാൻ കഴിയും. അങ്ങനെ മറിഞ്ഞിട്ട് ആ ഭാഗം കിടന്ന് വേവട്ടെ. നല്ലോണം വെന്തിട്ടോ. അതട്ടാ നമ്മൾ കോരാണ്. ഇതാ ഇതിലേക്ക് ഇട്ടു. ഉണ്ടാ എല്ലാം നല്ലോണം പൊരിച്ച് നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിലേക്ക് ഒരു തേങ്ങാ ചമ്മന്തിയിലുണ്ടെങ്കിൽ ഉള്ളി, പച്ചമുളക്, കരിവേപ്പിലും കൂടെ ഇട്ടൊരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ കുത്തി തിന്നാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷെ ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ ഉണ്ടാക്കുന്നത് ടൊമാറ്റോ സോസ് ഉണ്ട് ഇവിടെ, അതിൽ കുത്തി തിന്നു കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.